Hello guys. Welcome to our new vlog. After a long time. അതെ, after a long time നമ്മൾ വീണ്ടും ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു ഗൈസ്. ഒരുപാട് തിരക്കും അല്ലെ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലായിരുന്നു ഞങ്ങൾ. അതെ അതെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ്? നമ്മൾ മൂന്നാർക്ക് ഞങ്ങൾ ഒരു പെട്ടെന്നൊരു പ്ലാനില് അല്ലേ? അപ്പൊ ഞങ്ങൾ മൂന്നാർ പോവുകയാണ് ഗൈസ്. അപ്പൊ നമ്മളിപ്പോ സ്റ്റേ ഒക്കെ സർപ്രൈസ് അല്ലേ? അവിടെ എത്തുമ്പോ കാണിച്ചു തരും. എടുക്കൂല, നമ്മളെത്തുമ്പോ രാത്രി രാവിലെ എല്ലാം കാണിച്ചു. അതെ അതെ അതെ. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ കുറച്ച് ലേറ്റ് ആയി, ചില ഇഡിയറ്റ്സ് കാരണം. വലിയ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള മൂന്നാൾക്കാരാ അല്ലേ? ഒരു കാര്യമില്ല. ജോലി ഞാൻ തമ്മീസിങ്ങനെ എന്താണ് ഉച്ചക്ക് ഞാൻ വിചാരിച്ചു ഞാനെനിക്ക് ലേറ്റ് ആകാൻ പോകുന്നത്. ഉച്ചക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു ഞങ്ങള്. ഇപ്പൊ ഇവിടെ ബിക്കോസ് ജോയലാണ് അല്ലേ? ജോയലിനൊരു പേയ്മെന്റ് ഉള്ള കാരണമാണ് ഞങ്ങൾക്ക് ലേറ്റ് ആവുന്നത്. അതെ, വലിയ അത് കട്ട് ചെയ്യണം. ഇതൊക്കെ അതിനിടയിലുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. എന്താ ചെയ്യാ, വ്ളോഗൊന്നും വരില്ല അവർക്ക്. വൺ ഡേ അത് ചളി, സൂരജിന്റെ 10 പൈസ കൊള്ളില്ല. കൊണ്ട് മാത്രം അല്ലേ? ഇപ്പൊ നമ്മളിനി പോകുമ്പോൾ നല്ല നല്ല വിശേഷങ്ങളൊക്കെ പറ്റിയെങ്കിൽ നമ്മള് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇറ്റ്സ് അബൌട്ട് എന്താണ് നമ്മുടെ ടൈം ആൻഡ് മൈൻഡ് ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ എടുക്കുക. ചിലപ്പോ ഇത് കഴിഞ്ഞാൽ ചിലപ്പോ വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല, ചിലപ്പോ എടുക്കും. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അതെ. ചിലപ്പോ അല്ല, പക്ഷെ ഫുഡ് ഉണ്ടാവണമെന്നില്ല. അതാണ് അങ്ങനെയൊക്കെയാണ്. എന്താ ചെയ്യുക ഗൈസ്, തിരക്കാണ്. അതെ, കാഴ്ചകൾ ആസ്വദിക്കുന്നു. എന്താണ് പറയാനുള്ളത്? എങ്ങനെ ജോയൽ പറ, ആർ യു എക്സൈറ്റഡ്? എന്താ യെസ് മാത്രമേ പറയാനുള്ളൂ? ഒരു ട്രിപ്പിനെ പറ്റിയിട്ട് ഇത് മാത്രമാണോ പറയാനുള്ളത്? ജോലി പറഞ്ഞത് നമുക്ക് പറയാം എക്സൈറ്റഡ്. ഹൈപ്പർ മാർക്കറ്റ് ഫോർ ഷോപ്പിംഗ്. നമ്മളിപ്പോ ഇവിടെ എത്തി. അതിന്റെ ഇടയിൽ ഒരു മഴയൊക്കെ പെയ്തു ഗൈസ് അല്ലേ? നല്ല മഴ. അയ്യാന്റെ ചെറുത്ത് നമ്മുടെ സാധനം വാങ്ങാൻ അപ്പൊ നമ്മള് ഷോപ്പിങ്ങിന് വേണ്ടി വന്നിക്കാണ് ഗൈസ്. സൂപ്പർ മാർക്കറ്റ്. ഇപ്പൊ നമ്മള് ലൈസൊക്കെ വാങ്ങാൻ പോവാ അല്ലേ? അവിടെ 2 കിട്ടി ഓടുന്നു കാണുമ്പോ. അതെ, വ്ളോഗിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ലേസ് ഇതേ ഇരിക്കണ. അയ്യോ, ഇതല്ല, ബിങ്കോ മാത്രമല്ലോ. ഇതാ ടൊമാറ്റോ ഭയങ്കര രസമുണ്ടാവും. പക്ഷെ മറ്റേത് എനിക്ക് ലേസ് ചെയ്യാമോ? ബിസ്ക്കറ്റ് എടുത്ത് പോകുന്നു. സ്ട്രോബെറി ഗൈസ്, സ്ട്രോബെറി ഇഷ്ടമുള്ളവരൊക്കെ കമ്പനി. അതെ, സ്ട്രോബെറി ഫാൻസ്. ഈ മിഠായി വാങ്ങി കണ്ണാട ഫീൽ കിട്ടും. സൂപ്പർ.
തുറന്നു നോക്കാം. ഇവിടെ തണുപ്പായിണ്ടാവില്ല, എന്നാലും തുറന്നു നോക്കും. പക്ഷെ വലിയ തണുപ്പൊന്നുമില്ല. എന്നാലും എന്നാലും കുഴപ്പമില്ല. കൂടെ ഒരു ഇടാതെ. ആക്ച്വലി പുറത്ത് നല്ല മഞ്ഞ കളർ അല്ലേ, പക്ഷെ നമുക്ക് കിട്ടണത് വേറെ ടവറൊക്കെ വരും. നമ്മള് മൂന്നാറൊന്നും എത്തിയിട്ടില്ല അല്ലേ, പക്ഷെ നല്ല സ്ഥലം. അതെ അതെ. അയ്യോ, മരണത്തിനാണെങ്കിൽ കോമഡിയാവും. അതിന് കുറച്ച് കഴിയുമ്പോഴേ ഗ്ലാസ് തുറന്നിട്ട് വരും. കാരണം പിന്നെ പൊടിച്ചാൽ ഒരു തേങ്ങ കാണാൻ. അതാ ഞാൻ പറഞ്ഞത്. അത് കുഴപ്പമില്ലേ, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടല്ലോ. പൈങ്കിളി മലർ തെങ്കിളി ഫോണിൽ ഒന്നും കാണുന്നില്ല. ആ മഞ്ഞ സ്കൈ ഒക്കെ ഇവിടെ. അതാ ഞാൻ പറഞ്ഞ ക്യാമറ ഫ്രണ്ട് ക്യാമറ ആയിരിക്കും. ആക്ച്വലി ഒരു യെല്ലോ ഷെയ്ഡാണ് അല്ലേ, പക്ഷെ നമുക്ക് ഫുള്ള് യെല്ലോ പോലെ അല്ല തോന്നണ, ഒരു ലൈറ്റ് വയലറ്റ്. ഓ ഇത് ശരിക്കും നല്ല രസമുണ്ട്. കവാടം. അതല്ലല്ലോ കവാടം. അതാണ് മൂന്നാറിന്റെ പാലം. അവിടെ വെള്ളക്കടറാണോ? ഇതൊന്നും നീ കാണുന്നുണ്ടോ? ഇഞ്ചിതാടോ ദൂരെ മൂന്നാറിന്റെ പാലം. എന്റെ ഈ പാലത്തിന് എന്താ പേര് പറഞ്ഞല്ലോ? ഞാൻ മാത്രം കേട്ടു. രാജാറാണി. രാജാറാണി അല്ല, ബ്രിട്ടീഷ് പാലം. അല്ല, ഏതോ റാണിന്റെ പേര്. റാണി മുഖർജിയാണോ? അല്ല, അന്ന് അയാളുടെ കഥയൊക്കെ പറയണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോഴത്തേക്ക് അവര് മറ്റേ പാലത്തിൽ നടുക്ക് നിന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ജിൻസ. നമ്മൾ ബ്ലോക്കിൽ വിട്ടു ഗൈസ്. നമ്മളെ പാലം കടക്കാൻ ഗൈസ്. പോയി ഒന്നും കാണാനില്ല. പാലം ഗൈസ്, പാലം പാലം, പാലം പാലം, പാലം. പാലം. ഇനി ഇവിടെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പുലിനെയും ആനേനൊക്കെ കാണാം. ഭാഗ്യം തിരിച്ചു വരാനൊക്കെ അവിടെ ഭാഗ്യമുണ്ട്. നമ്മൾ 5 തന്നെ ഇറക്കിടും. പുലിക്കൊരു ഭാഗ്യം. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 5 തന്നെ കിട്ടും. കാട്ടിലോട്ട് കയറാണ്, സേഫ് അല്ല. ഒരാറ് കണ്ടു, ബാക്കി 2 ആറ് എവിടെ? 2 ആറ് ഇനി പെൻഡിങ് ആണ്. ഗായ്സ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാം. ഏത് സ്ഥലം? അടിമാലി അല്ല, അടിമാലി ശരവണ ഭവൻസ്. അടിമാലയിൽ എത്തി ഞങ്ങൾ കറന്റ് അല്ലേ. അടിമാലി. അപ്പൊ ഞങ്ങള് ഓർഡർ ചെയ്യാൻ പോണത് എന്താ? പൊറോട്ട വിത്ത് ചില്ലി ഗോബി പ്ലസ് പനീർ ബട്ടർ മസാല. അതെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ പരിപാടികളുള്ള അല്ലേ? അതെ, ഉറക്കം ഇപ്പോഴേ വന്നു തുടങ്ങി. അതെ, ഉറക്കം എപ്പോഴേ കിടന്നു പറഞ്ഞ. എടാ, ഇത് എങ്ങനെ? ഇത് സത്യം പറഞ്ഞാൽ എല്ലാവരുടെ ഡീറ്റെയിൽസും ലവ് സ്റ്റോറി ആക്ച്വലി നിങ്ങളൊക്കെ മിസ്സായി അല്ലേ? ജോയിന്റെ ലവ് സ്റ്റോറി. ഓ, അതിന് ഓരോ ആൾക്കാരും പെൻഡിങ് എടുത്ത വസ്തുവിനെ എടുക്കാം. അപ്പൊ എല്ലാവർക്കും ഒരേ ലിങ്ക് തന്നെയാണ്. എന്റെ വന്നിട്ടുണ്ടോ? ഫുഡ് വന്നു. പൊള്ളണ പൊറോട്ട. ചൂടത്തിരുന്ന പോവാതെ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മളുടെ സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഓഫ് റോഡിൽ വിട്ട് ആ വഴി തിരിച്ചു പോകുന്നു. കുറേ വെള്ളമൊക്കെ പിടിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിക്കണം. ബട്ട് ഗുഡായിരുന്നു, നല്ല പ്ലേസ്.
നൈറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാണാനായിട്ട് മനസ്സിലാവില്ല, പക്ഷെ എന്താ എന്നാലും നല്ല രസമുണ്ട്. ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് അല്ല. അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. ഗൈസ് വി റീച്ച്ഡ് അവർ പ്ലേസ്. ദിസ് ഈസ് ദ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഹോസ്റ്റലർ എന്നാണ് പേര്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്റ്റൽ സെറ്റപ്പാണ്, നമ്മൾ മറ്റേ ഡോർമെട്രി പോലെ. പക്ഷേ നല്ല രസമാണ്, വൈബാണ്. ഒക്കെയാണ്. സോ ദിസ് ഈസ് അവർ സെറ്റപ്പ് അല്ലേ. നമ്മൾ രണ്ടുപേരും ഈ റൂമിലും അവർ 3 പേരും വേറെ റൂമിലാണ്. അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് എന്ന് ലൈക്ക് ഒരു ഹോസ്റ്റൽ സെറ്റപ്പാണ്. ഈ 2 റൂമാണ്, അല്ല ഈ 2 ബെഡാണ് നമ്മൾ എടുക്കണേ. പക്ഷെ നല്ല വൃത്തിയൊക്കെ ഉണ്ടല്ലേ, ഇപ്പുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇതാണ് ബാത്റൂം. കൊള്ളാം. അപ്പൊ അമ്മമാർക്ക് 3 പേർക്ക് ഒറ്റ റൂം കിട്ടുമായിരിക്കില്ലേ? നമ്മളിപ്പോൾ എത്തി. ഗൈസ് അങ്ങനെ നമ്മൾ കഫേയിലെത്തി. നമ്മളെ ഹോട്ടലിൽ വന്നിട്ട് ഞങ്ങൾ ക്യാരംസ് കളിക്കാൻ പോണല്ലേ. ഗൈസ് ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി വ്യൂ. ശരിക്കും നമ്മൾ ഇത്രക്കും പ്രതീക്ഷിച്ചില്ലല്ലേ ജിൻസ, ഇത്രയും നല്ല രാത്രി. അതായത് നമ്മള് കിടക്കുന്ന ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, പക്ഷെ വ്യൂ ഒന്നും നമുക്ക് ആക്ച്വലി കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് വ്യൂ കാണുന്നത്. ശരിക്കും നല്ലതാ. ശരിക്കും ഈ ഹോസ്റ്റലർ എന്ന് പറയുന്നത് ആർക്കാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഗുഡ് സ്റ്റേ ഒക്കെ നിന്ന് അല്ലേ, പുതിയ ആൾക്കാരൊക്കെ പരിചയപ്പെട്ടിട്ട് പോവാം. ഞങ്ങൾ ഇന്നലെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു. ഫ്രം ഗുജറാത്തും രാജസ്ഥാൻ. ഗുജറാത്ത് അല്ല, രാജസ്ഥാൻ. അങ്ങനെ ശരിക്കും നല്ല രസമുണ്ട്. അതെ, നമ്മൾ അങ്ങനെ ഒരു അല്ല കോസ്റ്റ്യൂം വൈസില് ഒരു സെറ്റപ്പ് ആയിട്ടില്ല. അതിനുള്ള ടൈം ഇട്ടില്ല. അങ്ങനെ ഒരു വിന്റേജ് വൈബാണ് ഈ ഒരു റൂമും കാര്യങ്ങളൊക്കെ. അതായത് ഇതൊരു നിക്കണത് നമുക്ക് ചിലപ്പോൾ അറിയാത്ത ആൾക്കാരായിട്ട് നിൽക്കേണ്ടി വരാം. പക്ഷെ അതൊരു പ്രോബ്ലം തന്നെയില്ല. ചിലപ്പോൾ അവരുണ്ടാവാതിരിക്കാം, പക്ഷെ എന്നാലും ഒരു ഇഷ്യയില്ല. അതേപോലത്തെ ഒരു സെറ്റപ്പ്. അങ്ങനെ നല്ല രസമുണ്ട് അല്ലേ. ആ കസാര ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ആ ഒരു സെയിം വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ബാക്കിയുള്ള ഗൈസ് എത്തിയിട്ടില്ല. സോ ഇതൊക്കെയാണ് നമ്മളുടെ മോർണിംഗ് വിശേഷം. നമ്മളിപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഏകദേശം 10 o'clock ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തുനിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി ഗൈസ്. ആക്ച്വലി നല്ലതായിരുന്നു, പക്ഷെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡിൽ കിട്ടൂല. മൈൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അതാണ് കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എല്ലാം നല്ല രസമായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ചിലപ്പോൾ ഈ എന്താ വ്ളോഗ് ഭയങ്കര കണ്ടന്റ് ഇല്ലാത്തൊരു വ്ളോഗായി പോകും അല്ലേ. കുറെ കണ്ടന്റ് ഉണ്ടെങ്കിലും ഒന്നും എടുക്കാൻ പറ്റാത്തൊരു വ്ളോഗായി മാറി. അല്ലെ, വ്ളോഗായി പോയി. മെമ്മറീസ് ഒന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് വ്യൂസ് കണ്ട് ഫുഡ് കഴിച്ച് നൈസായിട്ട് പിന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ അങ്ങനെയാണ്. അല്ല, അതിന് എത്ര ഉണ്ടെന്ന് കാണിക്കണ്ടോ ഗൂഗിളില്? മീൻസ് 3/3 അങ്ങനെ എന്തെങ്കിലും. നല്ല രസം.
എപ്പോഴും നിന്റെ നോക്കും എന്റെ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ റാൻഡംലി വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ട സമയത്ത് ഒരു പ്ലേസ് കണ്ടുപിടിച്ചു അല്ലേ ഗായ്സ്? ഹിഡൻ സ്പോട്ട്. ഇവിടെ ആക്ച്വലി നല്ല രസമുണ്ട്. അവിടേക്ക്